ഒരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഈ അർദ്ധരാത്രിയിൽ പ്രമുഖ നേതാക്കൾ, പ്രത്യേകിച്ച് വനിതാ നേതാക്കളുടെ റൂമിലടക്കം റെയ്ഡ് നടത്തുന്ന ഒരു സംഭവം. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഈ റെയ്ഡ് എന്ന് പറയുന്നത് പോലീസിന്റെ ഒരു സ്വാഭാവികമായ നടപടി മാത്രമാണോ? തെരഞ്ഞെടുപ്പ് കാലത്ത് റൂമുകളിൽ പരിശോധന നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാനത് സമ്മതിക്കില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് റൂമുകളിൽ ഉൾപ്പെടെ പരിശോധന നടക്കാറുണ്ട്. പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പുകളിൽ അതിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾക്കറിയാം, മുറികളിലൊക്കെ പരിശോധന നല്ല തോതിൽ ഉണ്ടാകാറുണ്ട്. ഇപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ഞാൻ യാത്ര ചെയ്ത കാറ്, ഞാൻ ഇന്നലെ നിലമ്പൂരിൽ നിന്ന് വയനാട്ടിലേക്ക് എത്തിയത് കലാജാഥ, ഞങ്ങളുടെ ഒരു കലാജാഥ നടക്കുന്നില്ല, കലാജാഥ സംഘത്തിലെ കുറച്ച് ആളുകളുടെ കലാകാരന്മാരുടെ വാഹനത്തിലാണ്. അതിൽ നിറച്ച് അവരുടെ പ്രോപ്പർട്ടീസ് ആയിരുന്നു. വഴിയിൽ പോലീസ് തടഞ്ഞ് ആ പ്രോപ്പർട്ടീസ് മുഴുവൻ പുറത്തിട്ട് പരിശോധന നടത്തി. ഒരു അരമുക്കാൽ മണിക്കൂർ സമയം എടുത്തു പുറത്തുവിടാൻ. ആ വണ്ടിയിൽ ഞങ്ങളുടെ ഒരു ചിഹ്നവും വെച്ചിട്ടുണ്ടായിരുന്നു. ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ് നമ്മളൊക്കെ. സ്വാഭാവികമായിട്ടും പോലീസിന്റെ അത്തരത്തിലുള്ള ഒരു നടപടിയാണ് ഞങ്ങൾ ഇതൊന്നും പരിശോധിക്കേണ്ട കാര്യമില്ല. വ്യാപകമായ രീതിയിൽ പോലീസ് പരിശോധന നടക്കുന്നുണ്ട്. കുഴൽപ്പണത്തിന്റെ ഒക്കെ വാർത്തകൾ വ്യാപകമായി വരുന്ന കാലമാണ്. അതിനോടൊപ്പം തന്നെ വൻതോതിൽ പാലക്കാട് ഉൾപ്പെടെ ചേലക്കര ഉൾപ്പെടെ പണം ഒടുക്കുന്നുണ്ട്, പണം വ്യക്തിപരമായി കൊടുക്കുന്നുണ്ട് എന്നുള്ള പരാതിയും വന്നിട്ടുള്ള ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള പരിശോധന നടക്കുന്നത്. സ്വാഭാവികമായ പരിശോധന തന്നെയാണ്. ഇലക്ഷൻ കമ്മീഷന്റെ ഒക്കെ ഇടപെടലോടുകൂടി തന്നെ, അറിവോടുകൂടി തന്നെയാണ് ഇത്തരം പരിശോധന ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നടക്കുകയുള്ളൂ എന്നുള്ള കാര്യമെങ്കിലും അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കണം എന്ന് പറയുകയാണ്. ഇവിടെ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞത് രാഷ്ട്രീയ ഗൂഢാലോചന ആണ് എന്നാണ്. സത്യമാണ്, രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. ആ ഗൂഢാലോചന എന്താണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മീഡിയയെ അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിലുള്ള മുഖഭാവം കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. പരിഭ്രമിച്ചാണ് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ വി ഡി സതീശന്റെ ഒരു സംസാരം കേട്ടാൽ ബോധ്യമാകാൻ സാധിക്കും പരാജയ ഭീതിയിൽ തന്നെ. പ്രത്യേകിച്ചും ഈ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ UDF-ന്റെ കയ്യിലുള്ള പാലക്കാട് സീറ്റ് നഷ്ടപ്പെട്ടാൽ വലിയ തോതിലുള്ള തിരിച്ചടി UDF സംവിധാനത്ത് വലിയ പ്രതീക്ഷയിലാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാകും. ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിലേക്ക് മടങ്ങിപ്പോകേണ്ടി വരും, പിൻവാങ്ങി പോകേണ്ടി വരും എന്ന ബോധ്യം നല്ല തോതിൽ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു സാഹചര്യത്തിലെ നല്ല തോതിൽ ഉപയോഗിച്ചുകൊണ്ട് ചർച്ച മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പറയണ്ടേ വനിതാ പോലീസ് വന്നില്ല. സ്വാഭാവികമായും അത് പറഞ്ഞപ്പോ വനിതാ പോലീസ് വന്ന ശേഷമല്ലേ പരിശോധന നടത്തിയത്? മുറിക്കകത്തേക്ക് ആരാണ് ഇരച്ചു കയറിയത്? CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുക. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ അറിയാലോ, പോലീസുകാർ അത്തരത്തിൽ ഒരു അതിക്രമമാണ് നടത്തിയിട്ടുള്ളതെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്ട്രെസ് പാസ് ആണ് നടത്തിയിട്ടുള്ളതെങ്കിൽ സ്വാഭാവികമായും അവർക്കെതിരെ നടപടി ഉണ്ടാവില്ലേ? അവിടെ നടന്നിട്ട് CCTV പരിശോധിച്ചിട്ട് തന്നെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അവിടെ വനിതാ പോലീസ് വന്ന ശേഷം മാത്രമേ മുറിക്കകത്ത് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോ അത്തരത്തിൽ വനിതാ പോലീസ് വന്ന ശേഷം മാത്രമാണ് പരിശോധന നടത്തിയത്. മറ്റൊരു കാര്യം ഇവിടെ സൂചിപ്പിച്ച് കോൺഗ്രസ് വക്താവ് കൂടെ പറഞ്ഞ കാര്യം, റിസപ്ഷനിൽ അറിയിച്ച് പരിശോധനയ്ക്കായി ചിലർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു റെയ്ഡിന് പോവുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം ലാഘവത്തോടെ, എത്രമാത്രം ബാലിശമായ ഒരു വർത്തമാനാണത്. അങ്ങനെ റിസപ്ഷനിൽ പറഞ്ഞ് ഇതാ റെയ്ഡിന് വന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അവിടെ എന്തിനാണോ റെയ്ഡിന് വന്നത്, അല്ലെങ്കിൽ എന്താണോ അതിന്റെ ലക്ഷ്യം, അവിടെ അത്തരത്തിലുള്ള സംഗതികൾ എന്താണെങ്കിലും അവിടുന്ന് മാറ്റാനുള്ള സമയം അവർക്ക് കിട്ടും. ഒരു റെയ്ഡും അത്തരത്തിൽ മുന്നറിയിപ്പോടുകൂടി നടക്കില്ല. മുന്നറിയിപ്പോടുകൂടി നടക്കുന്നതിന് റെയ്ഡ് എന്നല്ല പറയുന്നത്. അപ്പൊ സ്വാഭാവികം അത്തരത്തിലുള്ള ഒരു വർത്തമാനവുമായി ബന്ധപ്പെട്ട് നടത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ വിഷയത്തിൽ ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യം ഇപ്പോ വൈകുന്നേരം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചല്ലോ. രാഹുൽ മാങ്കൂട്ടം എന്താണ് ഇന്നലെ പറഞ്ഞത്? ഇന്നലെ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടം ആദ്യം പറഞ്ഞു അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നീട് രാഹുൽ മാങ്കൂട്ടം അവിടെ ഉണ്ടായിരുന്നു എന്ന വിശദാംശം പുറത്തു വന്നപ്പോ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു 10 മണിക്ക് ഞാൻ അവിടെ നിന്ന് പുറപ്പെട്ടു എന്ന് പറഞ്ഞു. അതിനുശേഷം രാവിലെ പുലർച്ചെ കോഴിക്കോട്ട് നിന്ന് ഒരു വീഡിയോയിൽ വരുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചു. ഇപ്പോ നിങ്ങൾ ചാനലുകാർ തന്നെ കാണിക്കുന്നുണ്ടല്ലോ എത്ര മണിക്കാണ് രാഹുൽ മാങ്കൂട്ടം അവിടെ നിന്ന് പുറത്തു പോയത് എന്ന്. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ബാഗ് കൊണ്ടുവന്ന വ്യക്തി ആരാണ്? വ്യാജരേഖ ചമച്ച കേസിലെ പ്രതിയാണ്. ചെറിയ കേസല്ല, വ്യാജരേഖ രാജ്യദ്രോഹ കുറ്റത്തിന് സമാനമായ രീതിയിൽ വ്യാജരേഖ ചമച്ച കേസിലെ 1-ാം പ്രതിയാണ്. ഈ ട്രോളി ബാഗും ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു നടക്കുന്നത്. അപ്പോ സ്വാഭാവികമായും ഇതിലെന്തോ ഭയപ്പെടാനുണ്ട് ഇവർക്ക്. ആർക്ക്? UDF സംവിധാനത്തിന് ഭയപ്പെടാനുണ്ട്. ആ ഭയപ്പാടോടുകൂടി തന്നെയാണ് വിഷയം വഴിതിരിച്ചു വിടാൻ വേണ്ടിയുള്ള വലിയ ശ്രമം നടത്തിയത്. അത്രമാത്രം പ്രകോപിതരായത്. ആരുടെ റൂമിലാണ് ആദ്യം, ഒന്നുകൂടി പറയട്ടെ, ആരുടെ റൂമിലാണ് ആദ്യം ചെന്നത്? ആദ്യം ചെന്നത് CPIM-ന്റെ നേതാവായിട്ടുള്ള TV രാജേഷിന്റെ റൂമിലാണ്. അതിനുശേഷം ചെന്നത് കല്യാശ്ശേരി MLA ആയിട്ടുള്ള CPM നേതാവിന്റെ റൂമിലാണ്. അതിനുശേഷം ചെന്നത് MP നികേഷ് കുമാറിന്റെ റൂമിലാണ്. ഗൂഢാലോചനയാണെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകളുടെ മുറികളിലേക്കാണോ ആദ്യം പോകേണ്ടത്? അവരാരും തടയാൻ നിന്നില്ലല്ലോ. നികേഷ് കുമാർ ആകെ പറഞ്ഞു ഞാൻ ഷർട്ടൊന്ന് ഇട്ടോട്ടെ എന്നാണ്.
അപ്പൊ ഇതിൽ ആരാണ് ഭയപ്പെടുന്നത്? ശ്രീ എൻ ആരാണ് അരുൺ, ഈ രാഷ്ട്രീയ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ MP രാജേഷ് ആണെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. പ്രതിപക്ഷത്തിന് എന്തെങ്കിലുമൊക്കെ ആരോപിച്ച് മുന്നോട്ട് പോകാനല്ലേ സാധിക്കുകയുള്ളൂ. പരാജയപ്പെടാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ്, സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടാൻ പോവുകയാണ്. അപ്പോ പാലക്കാട് ജില്ലയുടെ ചുമതലയുള്ള ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ ചുമതലക്കാരനായിട്ടുള്ള MP രാജേഷിനെതിരെ അല്ലാതെ ആർക്കെതിരെ പറയാൻ സാധിക്കും അവർക്ക്?